നമ്മുടെ ശരീരം അള്ളാഹു എന്തിനാ പടച്ചത്? ഈ അനുസരിപ്പിക്കുക, വിധേയപ്പെടുത്തുക. അപ്പൊ സുബീക്ക് നമ്മൾ എണീക്കുന്ന ഉറക്കില്ലായിട്ടൊന്നുമല്ല. സുബീക്ക് നമ്മളിപ്പം ബാങ്ക് കേൾക്കുമ്പോൾ എണീക്കുന്നു, ഉറക്കില്ലായിട്ടാ അല്ല. ഈ ശരീരത്തെ നമ്മൾ അള്ളാഹുവിനെ അനുസരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശരീരത്തെ നമ്മൾ അള്ളാഹുവിനെ അനുസരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പം നമ്മുടെ അവയവങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഇല്ല എന്നതിനാണ് കഴിയുന്നില്ല. പഴയ പോലെ നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പോൾ ഒരു കിതപ്പുണ്ട്, ഒരു ക്ഷീണമുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്. വയ്യ എന്ന് പറഞ്ഞാൽ ശരീരം പഴയ മാതിരി നമുക്ക് എന്താകുന്നില്ല, വഴങ്ങിത്തരുന്നില്ല. കണ്ണ് നോക്കിയിട്ട് കാണുന്നില്ല. മുമ്പ് ഇത് കാണിച്ചതിനല്ല ഓണം. ഇപ്പം കണ്ണ് നമ്മളെ കുറച്ച് അനുസരിക്കൽ കുറഞ്ഞു. ചില പിള്ളേർ വലുതാവും, നീ വലുതായി വരുമ്പോൾ അനുസരണക്കേട് കാണിക്കിയതല്ലേ എന്ന് ചില മാതാപിതാക്കൾ മക്കളോട് പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പം ഒരു മനുഷ്യൻ്റെ ശരീരം അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരം അവൻ്റെ താല്പര്യത്തിന് നിൽക്കാത്തൊരവസ്ഥ. ഇതാണ് സത്യത്തിൽ രോഗം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. രോഗം വന്നിട്ട് രോഗം ശിഫയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു തീരുമാനം എടുക്കണം. ഇനി എൻ്റെ ഈ തടി കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ചെയ്യൂ. അതിനും വേണ്ടി നീ എൻ്റെ സൂക്കേട് മാറ്റിത്തരണം. എനിക്ക് പഴയ മാതിരി മംഗലത്തിലും പോയി ഓടിച്ചാടി നടക്കാനൊന്നുമല്ല. എനിക്ക് ശരിക്കും കുനിയണം, ശരിക്കും നിവരണം, ശരിക്കും സുജൂദ് ചെയ്യണം, ശരിക്കും റുക്കൂ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം ഇയ്യാക നഅ്ബുദു, ഫാത്തിഹ നമ്മളിങ്ങനെ ഓതുകയാണ്. എൻ്റെ സൂക്കേട് മാറണം എന്ന ആഗ്രഹത്തിൽ ഫാത്തിഹ ഓതുക. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയെങ്കിലും നമ്മൾ സത്യത്തിൽ പലരെയും അനുസരിക്കാറില്ലേ? ഏത്? നമ്മൾ പലരെയും അനുസരിക്കാറുണ്ടോ ഇല്ലേ? ഉണ്ട്. നമ്മൾ സത്യത്തിൽ അറിഞ്ഞോ അറിയാണ്ടോ പലരെയും അനുസരിക്കാറുണ്ട്. ഇങ്ങനെ അള്ളാനെ അനുസരിക്കുന്നതിനേക്കാൾ മറ്റു ചിലതിനെ അനുസരിച്ച് ശരീരം വേഗം കേടുപാടാവും. അതായത് പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കേണ്ട വണ്ടിയിൽ ഡീസൽ അടിച്ചിട്ട് ഓടിച്ചാൽ എന്താവും? സ്പീഡ് കൂടുക, എന്താവും? വിഷയമാണ്. ഇതാണ് പ്രശ്നം. ചിലത് നമ്മളെ തടിക്ക് ചേരൂല, ചിലത് നമ്മുടെ തടിക്ക് ചേരൂല. മനസ്സിലല്ലേ? ചിലത് നമ്മുടെ തടിക്ക് ചേരൂല. അപ്പൊ നമ്മുടെ തടിക്ക് ചേരാത്ത കാര്യം നമ്മൾ തടിയോട് നിരന്തരം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തടി തളരും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഫാത്തിഹ കൊണ്ട് നമ്മുടെ രോഗത്തെ നമ്മൾ ഉറപ്പായിട്ടും മറികടക്കും. എളുപ്പമുള്ള വഴിയാണത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു. ഈ ചോദ്യം, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് വെച്ചാൽ ഇനി നിന്നെ മാത്രം ഞങ്ങൾ അനുസരിച്ച് ജീവിച്ചോളാം, നിനക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിച്ചോളാം എന്നൊരർത്ഥം അതിനുണ്ട്. അതിലങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇതുവരെ ഞാൻ പലരെയും ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിയിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. എന്നിട്ട് ഇയ്യാക നസ്തഈൻ, അത് പറഞ്ഞുറപ്പിച്ചിട്ട് പറയണം, നിന്നോട് മാത്രം ഞാൻ സഹായത്തെ ചോദിക്കുന്നു. ഇതുവരെ എനിക്ക് ബേജാറ് വന്നതിന് അവിടെ പോയിട്ട് മാറിയില്ല, മറ്റേടത്ത് പോയിട്ട് മാറിയില്ല, ഇയാളെ കാണിച്ചിട്ട് മാറിയില്ല, ഇത്രയും മരുന്ന് കുടിച്ചിട്ട് മാറിയില്ല. അത് മരുന്ന് കുടിച്ചാൽ സൂക്കേട് മാറും എന്ന തോന്നൽ ഹൃദയത്തിൽ ഉള്ളോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ പറയോ മരുന്ന് കുടിച്ചാൽ സൂക്കേട് മാറും? മരുന്ന് കുടിക്കണം. മരുന്ന് കുടിച്ചാൽ മാത്രം മതിയോ? പോരാ. അപ്പൊ മരുന്ന് കുടിച്ചാൽ അസുഖം ഭേദമാവും എന്ന ഒരു വിശ്വാസം നിന്റെ കൽബിൽ ഉള്ളോണ്ടായിരിക്കൂല നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകുക. അള്ളാഹിനോട് ഞാൻ എത്ര കാലമായി പറയുന്നു, എന്നിട്ട് അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടില്ലല്ലോ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തിൽ മറ്റെല്ലാം വിട്ടിട്ട് ഒരു 5 മിനിറ്റെങ്കിലും സൂക്കേട് പറയാൻ മാത്രം എല്ലാം മറന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല, കുറവായിരിക്കും. ആശുപത്രിയിൽ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് വേണമെങ്കിൽ 1 മണിക്കൂറിലിരിക്കും. ചങ്ങായിനെ കാണിക്കാൻ, ആരായി മനുഷ്യനാ, ഡോക്ടറെ കാണിക്കാൻ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഇരിക്കും.
സൂക്കേട് മാറണം, എൻ്റെ തടി നന്നാകണം, എൻ്റെ ആഫിയത്ത് തിരിച്ചു കിട്ടണം, എനിക്ക് റാഹത്ത് തിരിച്ചു പോകണം, എൻ്റെ വേദന നശിക്കണം എന്ന് ചിന്തിച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിസ്കരിച്ചിരുത്തോ അല്ലെ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുണ്യസ്ഥലത്തോ പോയി ശാന്തമായി മൗനമായി കണ്ണടച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് എന്ന് മനസ്സ് കരുതിയിട്ട് എനിക്കെൻ്റെ സൂക്കേട് നിന്നെ കൊണ്ട് മാറണം, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ രോഗം മാറാൻ ഞാൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുകയാണ്, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുകയാണ്. അപ്പം നിന്നോട് മാത്രം ഞാൻ സഹായത്തെ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റാരുടെയും സഹായം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരാളുടെ സഹായം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ട്. ഈ ഉറപ്പിന്മേലാണ് അള്ളാഹുവിനോട് ചോദ്യം. ലാ ഇലാഹ എന്ന് പറയുന്നില്ലേ, ഒരു ഇലാഹു ഇല്ല. ലാ നാഫിയ, ഒരു സ്ഥലത്ത് ഉപകാരം കിട്ടൂല എന്ന്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്കേട് മാറ്റും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ വർദ്ധിച്ചു ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ ധാരാളമായി ചൊല്ലി, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അവരെ തടിയുഷാറാവാൻ, അവരുടെ ഞരമ്പുകൾക്ക് ശക്തി കിട്ടാൻ, അവരുടെ ഹൃദയത്തിന് ശക്തി കിട്ടാൻ, അവരുടെ തലച്ചോറിന് ശക്തി കിട്ടാൻ. ഞാൻ അധികം അസുഖമുള്ള മക്കളുടെ ഉമ്മമാരോടും പറയാറുണ്ട്, ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം കേൾപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം കേൾപ്പിക്കുക കുട്ടികൾക്ക്. ഓരോ ചെവിൻ്റെ അരിയത്ത് വരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നിന്നാൽ അത് കലിമത്തുൽ ഉല്യ, കലിമത്തു തഖ്വ, കലിമത്തു തൗഹീദ്. ആ വാക്കിന് എന്തൊക്കെ ശ്രേഷ്ഠത ഉണ്ട്! ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ ശക്തി എത്ര വലുതാണ്! അപ്പം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. അപ്പം നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു, നിന്നോടല്ലാണ്ട് വേറെ ആരോടും ചോദിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നീ അല്ലാണ്ട് വേറെ ആരാധനക്ക് അർഹനില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം എന്താ? ലാ നാഫിഅ ഇല്ലല്ലാഹ്, ഒരു ഉപകാരവും അള്ളാഹുവിൽ നിന്നല്ലാതെ കിട്ടൂല. ലാ ളാറ ഇല്ലല്ലാഹ്, ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിൽ നിന്നല്ലാതെ വരികയും ചെയ്യില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും മനുഷ്യനോ ഏതെങ്കിലും ആൾക്കോ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, അള്ളാഹ് അറിയാണ്ട്. അപ്പൊ ലാ ളാറ ഇല്ലല്ലാഹ്, ലാ നാഫിഅ ഇല്ലല്ലാഹ് എന്ന, ലാ ഷാഫിയ, ഒരു രോഗി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഷാഫിയ ഇല്ലല്ലാഹ്, ഷാഫി രോഗം മാറ്റുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല. അതല്ല ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇഷ്ഫി അന്ത ഷാഫി, ഇഷ്ഫി നീ എനിക്ക് ഷിഫയാക്കി തരണം, അന്ത ഷാഫി നീയാണ് ഷിഫ നൽകുന്നവൻ, ലാ ഷിഫ ഷിഫ കിട്ടൂല, ഇല്ലാ ഷിഫാവുക്ക നീ ഷിഫ തന്നാലല്ലാണ്ട്, നീ ഷിഫ തന്നാലല്ലാണ്ട് എനിക്ക് ഷിഫ കിട്ടൂല. അപ്പൊ നിന്റെ ഷിഫയാണ് ഷിഫ, അതുകൊണ്ട് നീ ഷാഫിയാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ?